കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഡിപ്പോയിൽ ഡീസൽ ചോർന്ന സംഭവത്തിൽ ഇന്ന് വിശദമായ പരിശോധന നടക്കും. സംഭവത്തിൽ സ്ഥലം MLA കൂടിയ മന്ത്രി AK ശശീന്ദ്രൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി 24നോട് പറയുന്നു. അവിടുത്തെ സ്ഥിതിഗതികളെക്കുറിച്ച് ജില്ലാ കളക്ടർ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ഒക്കെ പരിശോധന ആവശ്യമാണെന്ന് വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ എടുക്കേണ്ട അനന്തര നടപടികളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഇടപെടൽ ആവശ്യമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാവുന്നതേ ഉള്ളൂ. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, കോഴിക്കോട് വിശേഷങ്ങളൊന്നുമില്ലെന്ന് കരുതുന്നു. എന്തൊക്കെയാ ദീപക് വിശേഷങ്ങൾ? അപ്പോൾ SK ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്ക ഇപ്പോഴും അകന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് സ്ഥലം MLA കൂടിയായ വനമന്ത്രി AK ശശീന്ദ്രൻ നമ്മളോട് പറഞ്ഞത്. അതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അടിയന്തര പരിശോധന ഇന്ന് തന്നെ നടക്കും. അതുപോലെ തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് കൺട്രോൾ ബോർഡിൻ്റെ അവരുടെ പരിശോധനയും ഇന്ന് തന്നെ നടക്കും. ഈ രണ്ട് പരിശോധനയ്ക്കുമുള്ള തീരുമാനം സർക്കാർ എടുത്തത് ഇന്നലെ രാത്രി വൈകി കലക്ടർ പ്രാഥമികമായ റിപ്പോർട്ട് നൽകി. ആ പ്രാഥമിക റിപ്പോർട്ടിൽ ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഈ ഇന്ധനവുമായി ബന്ധപ്പെട്ട കൈകാര്യം ചെയ്യുന്നതിനുള്ള ചില മാനുവൽസ് ഉണ്ട്, ചട്ടങ്ങളുണ്ട്. അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തേണ്ടത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആണ്. ഒപ്പം തന്നെ ഈ അന്തരീക്ഷ മലിനീകരണം, അതുപോലെ പരിസ്ഥിതി മലിനീകരണം, ഇതുമായി ബന്ധപ്പെട്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഇത് സംബന്ധിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും പരിശോധന നടക്കണം. ഈ പരിശോധനാ റിപ്പോർട്ടിന് ശേഷമായിരിക്കും സർക്കാരിൻ്റെ തുടർ നടപടി. ഇന്ന് ഏതായാലും മുഖ്യമന്ത്രിയുമായി, സ്ഥലം MLA കൂടിയായ മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുമായി ഈ കാര്യം ചർച്ച ചെയ്യും. അപ്പോൾ ഈ രണ്ട് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആയിരിക്കും സർക്കാരിൻ്റെ തുടർ നടപടി. ഇപ്പോൾ അല്പം മുൻപും ഇവിടെ ഞാനിപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മുടെ ക്യാമറാമാൻ അഭിലാഷ് കാണിക്കും. ഇതാ SK കാണാവുന്നതാണ്. ഇവിടെ കാണാം, ഈ ഓവുചാലിൽ പോലും ഇപ്പോൾ ഈ ഡീസലിൻ്റെ അംശമാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നേരം ഈ തൊഴിലാളികളെ ഇറക്കിക്കൊണ്ട് അവർ തന്നെ ഈ കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തിരിച്ച് പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമത്തിലും തന്നെ വലിയ രീതിയിലൊന്നും കാണാൻ സാധിച്ചില്ല. ഏതായാലും ഈ പ്രദേശത്താകമാനം വലിയ ആശങ്കയുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ ഡീസൽ ഫില്ലിംഗ്, അതുപോലെ തന്നെ ഡീസലിൻ്റെ സംഭരണം ഇവിടെ നിന്നും മാറ്റണം എന്നുള്ള നിലയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സൈറൻ പോലും മുടങ്ങാതെ, കൃത്യമായി പറഞ്ഞാൽ ഒരു അനാസ്ഥയുണ്ടെന്ന് പ്രാഥമികമായി ആർക്കും തോന്നുന്ന രീതിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ആ സംഭവം പ്രദേശവാസികളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യത്തിൽ ഈ പ്രാഥമികമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ട് വിശദമായ പരിശോധന, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെയും അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും പരിശോധനയ്ക്ക് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. SK. താങ്ക് യു ദീപക്. നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, സുപ്രഭാതം പറയുന്നു. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഇരുന്ന് അവർ എന്നെ പ്രഭാതത്തിൽ ആശംസിക്കുന്നുണ്ട്. അതിൽ നന്ദി. നമുക്ക് നിങ്ങളുടെ വിശദമായ സന്ദേശങ്ങളിലേക്കൊക്കെ വരാം. ഒരുപാട് ആളുകൾ എഴുതുന്നുണ്ട്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ. മാത്രമല്ല, ഇതിലൊരു കുടുംബ വ്യവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കമൻറ്റ് ബോക്സിൽ ആളുകൾ തമ്മിൽ നീ രാവിലെ ആശുപത്രിയിൽ പോയോ, മോനിഷ മറ്റ് ഡോക്ടറെ കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു. ഇതിങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് വേറെ വല്ല രാജ്യമായി മാറുമെന്നാണ് എൻ്റെ സംശയം ഇപ്പോൾ.